കടുവ സംരക്ഷണത്തിനായി നമുക്കെല്ലാവർക്കും അവബോധം വളർത്തുന്നതിന് വേണ്ടിയാണ് ലോകമെമ്പാടും ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനമായി ആഘോഷിക്കുന്നത്. ഈ ജീവിവർഗങ്ങളുടെ സംരക്ഷണത്തോടൊപ്പം അവയുടെ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കാനും വികസിപ്പിക്കാനും ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 97% കാട്ടുകടുവകളും അപ്രത്യക്ഷമായി. അവയിൽ 3000 എണ്ണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് 2010 ആദ്യമായി അന്താരാഷ്ട്ര കടുവ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. കടുവകൾ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന പരമോന്നത വേട്ടക്കാർ മാത്രമല്ല, അവ പല സമൂഹങ്ങളിലും ശക്തിയുടെയും ധീരതയുടെയും സാംസ്കാരിക പ്രതീകങ്ങളും കൂടിയാണ്. ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, കാലാവസ്ഥാ വ്യതിയാനം, വേട്ടയാടൽ എന്നിവയെല്ലാം കടുവകളുടെ എണ്ണം കുറയുന്നതിന് കാരണമായ ചില ഘടകങ്ങളാണ്. കടുവകളുടെ വംശനാശം തടയുന്നതിനുള്ള ഏറ്റവും വലിയ ഭീഷണികളിലൊന്നാണ് മനുഷ്യ-കടുവ സംഘർഷം. ഒരു മനുഷ്യനെ കടുവ ആക്രമിക്കുമ്പോൾ കടുവയെ കൊല്ലാൻ ആവശ്യപ്പെടുന്നതാണ് സ്വാഭാവിക പ്രതികരണം. ഈ മനുഷ്യ-കടുവ സംഘർഷം ഉണ്ടാകാനുള്ള അവസരങ്ങൾ കുറയ്ക്കുന്നത് കടുവയെ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇത്തരം ഗ്രാമങ്ങളുടെ ചുറ്റളവിലൂടെ കടന്നുപോകുന്ന പാതകളിൽ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുക എന്നതാണ് ആക്രമണങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞ ഒരു മാർഗം. ജിം കോർബറ്റ് ടൈഗർ റിസർവ്, സരിസ്ക ടൈഗർ റിസർവ്, കൻഹാർ ടൈഗർ റിസർവ്, വയനാട് വന്യജീവി സങ്കേതം, പെരിയാർ ടൈഗർ റിസർവ് എന്നിവ പ്രധാന കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. വെള്ളക്കടുവ, റോയൽ ബംഗാൾ കടുവ, സൈബീരിയൻ കടുവ തുടങ്ങിയ വിവിധ ഇനങ്ങൾ ലോകത്തുണ്ട്. അവ ഓരോന്നും തങ്ങളുടെ ആവാസ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മനുഷ്യർക്കും കടുവകൾക്കും സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ഭാവിക്കായി അന്താരാഷ്ട്ര കടുവ ദിനത്തിലൂടെ നമുക്ക് പ്രവർത്തിക്കാം.